ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ അടുത്തൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതെന്താണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. സ്റ്റിക്കി നോട്ടാണ്, ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വർക്കിംഗ് ആണോ എന്നുള്ളതാണ് ഞാൻ ആദ്യമേ തന്നെ ടേബിളിലും വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആകെ ഒരു A4 ഷീറ്റ്, ഒരു സ്കെയില്, ഒരു പെൻസില്, ഇത് മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡ് പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കുറേ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല, നമുക്ക് തോന്നിയ പോലെ വരയ്ക്കാം. അവസാനം വരച്ച് കഴിയുമ്പം ഒരു ഗ്രിഡ് ഫോം ചെയ്യണം. അതായത് ഒരു ചെക്ക് ബോക്സസ്, കുറേ ബോക്സസ് ഉള്ള പോലെ, കുറേ ഗ്രിഡ് ഉള്ള പോലെ നമുക്ക് പാറ്റേൺ കിട്ടണം. അത്ര മാത്രമേ ഉള്ളൂ. ഒരു മെഷർമെൻറ്റ്സും ഇല്ല. ഒരു വരീൻ്റെ അല്ലെങ്കിൽ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് കൂടിപ്പോയി കുറഞ്ഞു പോയി അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇപ്പം എനിക്ക് ഈ ഗ്രിഡ് ലൈൻസ് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതല്ല വേറെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ അപ് ടു ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വരയ്ക്കാം, പൂക്കൾ വരയ്ക്കാം, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങളുടെ രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. 2Xലിട്ട് കാണുമ്പോഴത്തേനും നല്ല ഫാസ്റ്റായിട്ട് ഞാൻ വരയ്ക്കുന്ന പോലെ തോന്നും. പക്ഷെ കുറേ ടൈം എടുത്ത് കഷ്ടപ്പെട്ട് ഇരുന്നിട്ടാണ് ഗ്രിഡ് ലൈൻസ് ഇങ്ങനെ വരച്ചുണ്ടാക്കിയത്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും വരയ്ക്കാൻ നല്ല പണിയാണ്. ഇടയ്ക്ക് ഞാൻ വരയ്ക്കുന്നതൊക്കെ തെറ്റിപ്പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ച്ചൊന്ന് വരയ്ക്കുകയും കൂടെ ചെയ്തില്ല. അതായത് വരയ്ക്കുന്നതൊക്കെ ചെരിഞ്ഞാണ് പോകുന്നത്. അത് പകുതി എത്തുമ്പോഴത്തേനും ഇങ്ങനെ മടിയായിട്ട് അങ്ങനെ ആവുന്നതാണത്. അപ്പോൾ അതിന് കുറച്ച് ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. ഈ പാറ്റേൺ തന്നെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്ഷമ വേണം. ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ 2Xലിട്ടിട്ട് കാണുമ്പോൾ വളരെയധികം രസമുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഇതേ പാറ്റേൺ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഗ്രിഡ് ലൈൻസ് വരച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരിക്കും. കാരണം ലാസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നോക്കിയപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്ര ഇഷ്ടമായി. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇനി ഇത് മാത്രമല്ല, നമുക്ക് മെയിനായിട്ട് വേണ്ടത് സെല്ലോ ടേപ്പ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ, ഒരു A4 ഷീറ്റ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് സെല്ലോ ടേപ്പ് ആവശ്യം വരില്ല. നിങ്ങൾ 2-3 A4 ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് മുതലാവില്ല. കാരണം ഒരുപാട് സെല്ലോ ടേപ്പ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് തന്നെ ധാരാളമാണ് കേട്ടോ. അത്യാവശ്യമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓരോ വീഡിയോ ഇടാനുള്ള എൻകറേജ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവരോടും പറയുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോയിലെല്ലാം നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിക്കി നോട്ട് നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം കത്രിക വെച്ചിട്ടൊന്ന് ചെയ്തു. പക്ഷേ പിന്നെ എനിക്ക് അതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് മറ്റേ പേപ്പർ കട്ടർ വെച്ചിട്ട് ചെയ്യുമ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഓരോ പേജസ് ആയിട്ട് കീറി എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് സിമ്പിളാണ് പരിപാടി. ഒരു അറ്റത്തൊരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുക, അതിനെ ഒരു പേപ്പറിലേക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയണത്, ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ഈ ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോ മാത്രമല്ല, ഓൺ വോയിസിൽ ഞാൻ പാടുന്ന കുറേ പാട്ടുകൾ, അതേപോലെ തന്നെ ഡാൻസ് കവേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഓണമൊക്കെയാണ് വരാൻ പോണത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഡാൻസും പാട്ടുകളും ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് മാത്രമായിട്ട് കാണല്ലേ, ഇതും കൂടി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ സോങ് കവറും, എപ്പോഴും ഇങ്ങനെ ക്രാഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഇടയിൽ ഒരു 1-2 സോങ് വീഡിയോ, 1-2 ഡാൻസ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ കണ്ട് ഈ ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോസിന് തരുന്ന പോലെ തന്നെ രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും തരണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. ഷിത എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവളുടെ പേര് നമ്മുടെ അടുത്ത വീഡിയോയിലൊന്ന് പറയൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നത്തെ DIY പെൻ ഹോൾഡർ വീഡിയോനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷിതക്കുട്ടി ഹായ്. ഷിതക്കുട്ടിയുടെ പേര് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം. കാരണം ഞാൻ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ മുന്നേ ഇങ്ങനെ കുറേ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരൊന്ന് പറയുമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ കുറേ മുമ്പ് പോയിട്ട്
കൂടുതലായിട്ടും ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, ക്രാഫ്റ്റ് മാത്രമല്ല വ്ളോഗുണ്ട്, പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു 2-3 വർഷമായെന്ന് തോന്നുന്നു. ഞാൻ 9th പഠിക്കുമ്പോൾ, ഞാനിപ്പോൾ +2ലാണ്. ഞാൻ 9th പഠിക്കുമ്പം കോവിഡിൻ്റെ ആ വെക്കേഷൻ്റെ ടൈമിൽ എനിക്ക് ബോറടിച്ചപ്പോൾ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ 10th ഒക്കെ ആയി, എക്സാം ആയപ്പോഴത്തേനും പിന്നെ ചാനലിന് അവിടെ ഇട്ടു ഞാൻ. അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ എക്സാം അത് ഇതെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോയേ ഇടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ നേരാവണ്ണം ഈ യൂട്യൂബൊക്കെ നോക്കി വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ 76 വീഡിയോസ് ഉണ്ട്. ക്രാഫ്റ്റും പാട്ടും ഡാൻസും കൂടെ നിറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 76 വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും പോയി കണ്ടു നോക്കണം. നമ്മുടെ ചാനലിൽ ഞാൻ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ പ്ലേലിസ്റ്റിൽ ക്രാഫ്റ്റ് വീഡിയോസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ വേഗം തന്നെ നമ്മുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് നോക്കുക. അതിനകത്ത് ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ മുന്നേ ഇട്ടതൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രീം ക്യാച്ചർ മേക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇതേ നോക്കിക്കാൻ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ താഴെ ഒന്ന് സ്റ്റിക്കി നോട്ട്സിനും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിക്കി നോട്ട്. അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.